പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും സഹായിച്ച ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ മുഴുവൻ വായിച്ച് അവസാനിപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത ഈ യാത്രയുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ ബൈബിൾ ഇൻ എ ഇയറിൻ്റെ ഈ അവസാനത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 365 ദിവസം. ഇന്നത്തെ വായനാഭാഗങ്ങൾ വെളിപാട് പുസ്തകത്തിൻ്റെ 21 22 അധ്യായങ്ങൾ, എബ്രായ ലേഖനം അധ്യായങ്ങൾ 11 മുതൽ 13 വരെ, സുഭാഷിതങ്ങൾ അധ്യായം 31 വാക്യങ്ങൾ 30 31. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. വെളിപാട് അധ്യായം 21. പുതിയ ആകാശം, പുതിയ ഭൂമി. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. എന്തെന്നാൽ ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും ഇല്ലാതായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് ഭർത്താവിനായി മണവാട്ടിയെപ്പോലെ അണിയിച്ചൊരുക്കപ്പെട്ട് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം പറയുന്നത് ഞാൻ കേട്ടു: ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. ദൈവം തന്നെ അവരോട് കൂടെയായിരിക്കും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു നീക്കും. ഇനി ഒരിക്കലും മരണമുണ്ടായിരിക്കില്ല. ഇനിമേൽ വിലാപമോ മുറവിളിയോ വേദനയോ ഉണ്ടാകില്ല. എന്തെന്നാൽ ആദ്യത്തേതെല്ലാം കടന്നുപോയി. സിംഹാസനസ്ഥൻ പറഞ്ഞു: ഇതാ സകലവും ഞാൻ പുതിയതാക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു: എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യസന്ധവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു: സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവൻ ഇവയെല്ലാം അവകാശപ്പെടുത്തും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, ദുർമാർഗികൾ, കൊലപാതകികൾ, വ്യഭിചാരികൾ, മന്ത്രവാദികൾ, വിഗ്രഹാരാധകർ എന്നിവരുടെയും സകല കാപട്യക്കാരുടെയും ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകത്തിലായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. സ്വർഗീയ ജെറുസലേം. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ വഹിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു: ഒരു മണവാട്ടിയെ, കുഞ്ഞാടിൻ്റെ ഭാര്യയെ ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്നിറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ കല്ലിന് തുല്യം, സ്ഫടിക സമാനമായ സൂര്യകാന്ത കല്ലുപോലെ. അതിന് ബൃഹത്തും ഉന്നതവുമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ പക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകളും അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ആ ദണ്ട് കൊണ്ട് നഗരം അളന്നു 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യമായിരുന്നു. അവൻ അതിന് മതിലും അളന്നു. മനുഷ്യൻ്റെ, അത് തന്നെ ദൂതൻ്റെയും തോതനുസരിച്ച് 144 മുഴം. മതിലിൻ്റെ പണി സൂര്യകാന്തം കൊണ്ട്. നഗരം അച്ചസ്ഫടിക സമാനമായ തനിത്തങ്കമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തരം വിലയേറിയ കല്ലുകളും കൊണ്ട് അലംകൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൊണ്ടുണ്ടാക്കപ്പെട്ടിരുന്നു. നഗരത്തിൻ്റെ തെരുവീഥി അച്ചസ്ഫടിക സമാനമായ തനിത്തങ്കമായിരുന്നു. ഞാൻ നഗരത്തിൽ ദേവാലയം കണ്ടില്ല. എന്തെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ദേവാലയം.
നഗരത്തെ പ്രകാശിപ്പിക്കാൻ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ ആവശ്യമില്ല. ദൈവമഹത്വം അതിനെ പ്രകാശിപ്പിച്ചു. അതിൻ്റെ ദീപം കുഞ്ഞാടാണ്. അതിൻ്റെ പ്രകാശത്താൽ ജനതകൾ സഞ്ചരിക്കും. ഭൂമിയിലെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ കവാടങ്ങൾ പകൽ സമയം അടയ്ക്കപ്പെടുകയില്ല. എന്തെന്നാൽ അവിടെ രാത്രിയില്ല. അവർ ജനതകളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. എന്നാൽ കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരല്ലാതെ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കാപട്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല. വെളിപാട് അധ്യായം 22. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിൻ്റെ നദി അവൻ എനിക്ക് കാണിച്ചു തന്നു. നഗരവീഥിയുടെ മധ്യത്തിൽ നദിയുടെ ഇരുഭാഗങ്ങളിലുമായി 12 തരം ഫലങ്ങൾ കായ്ക്കുന്ന, മാസം തോറും ഫലം തരുന്ന ജീവന്റെ വൃക്ഷം നിൽക്കുന്നു. ആ വൃക്ഷത്തിൻ്റെ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിനുള്ളവയാണ്. ഇനിമേൽ ശപിക്കപ്പെട്ടതൊന്നും ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലുണ്ടായിരിക്കും. അവിടുത്തെ ദാസർ അവിടുത്തെ ആരാധിക്കും. അവർ അവിടുത്തെ മുഖം ദർശിക്കും. അവിടുത്തെ നാമം അവരുടെ നെറ്റിത്തടത്തിൽ ഉണ്ടായിരിക്കും. ഇനിയൊരിക്കലും രാത്രി ഉണ്ടാവുകയില്ല. ദീപത്തിൻ്റെ പ്രകാശമോ സൂര്യൻ്റെ പ്രകാശമോ അവർക്ക് ആവശ്യമില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. അവർ എന്നും എന്നേക്കും വാഴും. ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനം. അവൻ എന്നോട് പറഞ്ഞു, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യസന്ധവുമാണ്. ഉടനെ സംഭവിക്കാനിരിക്കുന്നവ തൻ്റെ ദാസർക്ക് കാണിച്ചു കൊടുക്കാൻ പ്രവാചകാത്മാക്കളുടെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ അയച്ചിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ പാലിക്കുന്നവൻ അനുഗ്രഹീതൻ. യോഹന്നാനായ ഞാനിവ കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ പാദത്തിങ്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്. ഞാൻ നിൻ്റെയും നിൻ്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ പാലിക്കുന്നവരുടെയും സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചന വചസ്സുകൾക്ക് നീ മുദ്ര വയ്ക്കേണ്ട. എന്തെന്നാൽ സമയമെടുത്തിരിക്കുന്നു. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. മലിനപ്പെട്ടവൻ ഇനിയും മലിനപ്പെടട്ടെ. നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് കൊടുക്കാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും ആദിയും അന്തവും. ജീവന്റെ വൃക്ഷത്തിന്മേൽ അധികാരം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും തങ്ങളുടെ അങ്കികൾ കഴുകി ശുദ്ധിയാക്കുന്നവർ അനുഗ്രഹീതർ. നായ്ക്കളും മന്ത്രവാദികളും വ്യഭിചാരികളും കൊലപാതകികളും വിഗ്രഹാരാധകരും വ്യാജത്തെ സ്നേഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സകലരും പുറത്ത്. യേശുവായ ഞാൻ സഭകളെക്കുറിച്ച് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്താൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും സന്തതിയുമാണ്, പ്രഭാപൂർണനായ പുലർക്കാല നക്ഷത്രം. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ. ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സമ്മാനമായി സ്വീകരിക്കട്ടെ. ഉപസംഹാരം. ഈ പുസ്തകത്തിലെ പ്രവചന വചസ്സുകൾ ശ്രവിക്കുന്ന എല്ലാവരോടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരെങ്കിലും ഈ വചനങ്ങളോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന മഹാമാരികൾ ദൈവം അവരോട് കൂട്ടിച്ചേർക്കും. ഈ പ്രവാചക ഗ്രന്ഥത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും എടുത്തു കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ജീവന്റെ വൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലുമുള്ള അവൻ്റെ പങ്ക് ദൈവം എടുത്തുകളയും. ഇവ സാക്ഷ്യപ്പെടുത്തുന്നവൻ പറയുന്നു, അതെ, ഞാൻ വേഗം വരുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. കർത്താവായ യേശുവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ. എബ്രായർ അധ്യായം 11. പൂർവികരുടെ വിശ്വാസം. വിശ്വാസമെന്നത് പ്രത്യാശിക്കുന്നവയെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവഗാമികൾ സാക്ഷിയോഗ്യരായത്. ദൈവത്തിൻ്റെ വചനത്താൽ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം മനസ്സിലാക്കുന്നു. വിശ്വാസം മൂലം ആബേൽ കായേൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് സമർപ്പിച്ചു. അതുവഴി അവൻ നീതിമാനായി അംഗീകരിക്കപ്പെട്ടു. അവൻ്റെ കാഴ്ചകൾക്ക് ദൈവം സാക്ഷ്യം നൽകി. അതിനാൽ മരിച്ചെങ്കിലും ഇപ്പോഴും അവൻ സംസാരിക്കുന്നു. വിശ്വാസം മൂലം ഹെനോക്ക് മരണം കാണാതെ സംവഹിക്കപ്പെട്ടു. ദൈവം അവനെ സംവഹിച്ചതുകൊണ്ട് പിന്നീട് അവൻ കാണപ്പെട്ടുമില്ല. അപ്രകാരം എടുക്കപ്പെടുന്നതിന് മുമ്പ് താൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് അവന് സാക്ഷ്യം ലഭിച്ചു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന്
പ്രതിഫലം നൽകുന്നവനാണെന്നും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസം മൂലമാണ് നോഹ അന്നുവരെ കാണപ്പെടാതിരുന്നവയെപ്പറ്റി ദൈവം മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ തൻ്റെ ഭവനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഭയഭക്തിയോടെ പെട്ടകം നിർമ്മിച്ചത്. ഇതുമൂലം അവൻ ലോകത്തെ കുറ്റം വിധിക്കുകയും വിശ്വാസത്തിൽ നിന്നുളവാകുന്ന നീതിയുടെ അവകാശിയാവുകയും ചെയ്തു. വിശ്വാസം മൂലം അബ്രാഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. എവിടേക്കാണ് പോകേണ്ടതെന്നറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. വിശ്വാസം മൂലം അവൻ വാഗ്ദത്ത ഭൂമിയിൽ പരദേശിയെപ്പോലെ ജീവിച്ചു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചതുമായ ഒരു നഗരം അവൻ പ്രതീക്ഷിച്ചിരുന്നു. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. അതിനാൽ ഒരുവനിൽ നിന്ന്, അതും മൃതപ്രായനായ ഒരുവനിൽ നിന്ന്, എണ്ണത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ അസംഖ്യം മണൽത്തരികൾ പോലെയും വളരെ പേർ ജനിച്ചു. ഇവരെല്ലാം വിശ്വാസത്തിലാണ് മരിച്ചത്. അവർ വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. എങ്കിലും ദൂരെ നിന്ന് അവ കണ്ട് അഭിവാദനം ചെയ്യുകയും തങ്ങൾ ഭൂമിയിൽ പരദേശികളും വിപ്രവാസികളുമാണെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഇപ്രകാരം പറയുന്നവർ തങ്ങൾ പിതൃദേശമാണ് അന്വേഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു. തങ്ങൾ വിട്ടുപോകുന്ന സ്ഥലത്തെക്കുറിച്ചാണ് അവർ ചിന്തിച്ചിരുന്നതെങ്കിൽ അവിടേക്ക് തന്നെ മടങ്ങിച്ചെല്ലാൻ അവസരമുണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ അവർ അതിനേക്കാൾ മെച്ചമായത്, സ്വർഗീയമായത് ലക്ഷ്യം വെക്കുന്നു. അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നതിൽ ദൈവം ലജ്ജിക്കുന്നില്ല. കാരണം അവർക്കായി അവിടുന്ന് ഒരു നഗരം തയ്യാറാക്കിയിരിക്കുന്നു. വിശ്വാസം മൂലമാണ് പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹാം ഇസഹാക്കിനെ സമർപ്പിച്ചത്. അവൻ തൻ്റെ ഏകപുത്രനെ ബലിയർപ്പിക്കാൻ ഒരുങ്ങിയത് ഇസഹാക്കിലൂടെ നിന്റെ സന്തതി പരമ്പര വിളിക്കപ്പെടും എന്ന വാഗ്ദാനം സ്വീകരിച്ചിരുന്നപ്പോഴാണ്. മരിച്ചവരിൽ നിന്ന് മനുഷ്യരെ ഉയർപ്പിക്കാൻ പോലും ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിചാരിച്ചു. അതുകൊണ്ട് പ്രതീകാത്മകമായി പറഞ്ഞാൽ ഇസഹാക്കിനെ അവന് തിരിച്ചു കിട്ടി. വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏസാവിനെയും അനുഗ്രഹിച്ചു. ആസന്ന മരണനായ യാക്കോബ് തൻ്റെ വടിയുടെ അഗ്രം ഊന്നി നിന്ന് ആരാധിച്ച് ജോസഫിൻ്റെ മക്കളെ ഓരോരുത്തരെയും വിശ്വാസം മൂലം അനുഗ്രഹിച്ചു. ജോസഫ് മരിക്കുമ്പോൾ വിശ്വാസം മൂലം ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെപ്പറ്റി പറയുകയും തൻ്റെ അസ്ഥികളെപ്പറ്റി കൽപ്പന നൽകുകയും ചെയ്തു. വിശ്വാസം മൂലം മോശയെ അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കന്മാർ 3 മാസത്തേക്ക് ഒളിപ്പിച്ചു വെച്ചു. എന്തെന്നാൽ കുട്ടി സുന്ദരനാണെന്നവർ കണ്ടു. രാജകൽപ്പന അവർ ഭയപ്പെട്ടില്ല. മോശ വലുതായപ്പോൾ ഫറവോയുടെ മകളുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വിശ്വാസം മൂലം അവൻ നിഷേധിച്ചു. പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളെക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുന്നതിനാണ് അവൻ ഇഷ്ടപ്പെട്ടത്. ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളെക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി. തനിക്ക് ലഭിക്കാനിരുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടി പതിച്ചത്. രാജകോപം ഭയപ്പെടാതെ വിശ്വാസത്താൽ അവൻ ഈജിപ്ത് വിട്ടു. അദൃശ്യനായവനെ ദർശിച്ചാലെന്ന പോലെ അവൻ ഉറച്ചു നിന്നു. ആദിജാതന്മാരെ കൊല്ലുന്നവൻ അവരെ സ്പർശിക്കാതിരിക്കുന്നതിന് വിശ്വാസം മൂലം അവൻ പെസഹായും രക്തം തളിക്കലും സ്ഥാപിക്കുകയും ചെയ്തു. വിശ്വാസം മൂലം അവർ വരണ്ട ഭൂമിയിലൂടെ എന്ന വിധം ചെങ്കടൽ കടന്നു. എന്നാൽ ഈജിപ്തുകാർ അപ്രകാരം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ മുങ്ങി മരിച്ചു. വിശ്വാസം മൂലം ഇസ്രായേൽ ജനം ജെറീക്കോയുടെ കോട്ടകൾക്ക് 7 ദിവസം വലം വെച്ചപ്പോൾ അവ ഇടിഞ്ഞു വീണു. വേശ്യയായ റാഹാബ് വിശ്വാസം മൂലം ചാരന്മാരെ സമാധാനത്തിൽ സ്വീകരിച്ചതുകൊണ്ട് അനുസരിക്കാതിരുന്നവരോടൊപ്പം നശിച്ചില്ല. ഇനിയും എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ എനിക്ക് സമയം പോരാ. അവർ വിശ്വാസം മൂലം രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ തിരിച്ചോടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ ഉത്ഥാനത്തിലൂടെ തിരിച്ചു കിട്ടി, മറ്റു ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട ഉത്ഥാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. വേറെയും ചിലർ പരീക്ഷകൾ സ്വീകരിച്ചുകൊണ്ട് പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലർ കല്ലെറിയപ്പെട്ടു, ചിലർ 2 വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരും വേദനിക്കുന്നവരും പീഡിതരുമായി അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. മരുഭൂമിയിലും മലകളിലും ഗുഹകളിലും മാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു.
വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടാതിരിക്കാൻ ദൈവം നമുക്കായി ശ്രേഷ്ഠതരമായവ മുൻകൂട്ടി കണ്ടിരുന്നു. എബ്രായർ അധ്യായം 12. പിതൃശിക്ഷണം. അതിനാൽ നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ കൂട്ടമുള്ളതിനാൽ സർവഭാരവും നമ്മെ കൊടുക്കുന്ന പാപവും നമുക്ക് നീക്കിക്കളയാം. നമ്മുടെ മുമ്പിലുള്ള ഈ ഓട്ടം സഹനശക്തിയോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നായകനും അത് പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന സന്തോഷത്തിൻ്റെ സ്ഥാനത്ത് അപമാനം വകവെക്കാതെ കുരിശ് സഹനശക്തിയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി പാപികളിൽ നിന്ന് തനിക്കെതിരെ ഇത്രയധികം എതിർപ്പുകൾ സഹിച്ചവനെക്കുറിച്ച് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കിനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണം നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയുമരുത്. കാരണം താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു. മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവ് ശിക്ഷിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനു പുറമെ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ശാരീരിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിന് വിധേയരാകേണ്ടതും ജീവിക്കേണ്ടതുമല്ലേ? അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു സമയം നമ്മെ പരിശീലിപ്പിക്കുന്നു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തൻ്റെ പരിശുദ്ധിയിൽ നാം പങ്കുചേരുന്നതിനും വേണ്ടിയാണ്. എല്ലാ ശിക്ഷണവും സന്തോഷപ്രദമെന്നതിനേക്കാൾ വേദനാജനകമായി തൽക്കാലത്തേക്ക് തോന്നുന്നു. എന്നാൽ അതിൽ പരിശീലിപ്പിക്കപ്പെട്ടവർക്ക് പിന്നീട് നീതിയുടെ സമാധാനപൂർവകമായ ഫലം തിരിച്ചു കിട്ടുന്നു. അതിനാൽ ദുർബലമായ കൈകളും തളർന്ന കാൽമുട്ടുകളും ശക്തിപ്പെടുത്തുവിൻ. മുടന്തുള്ള പാദങ്ങൾ സന്ധി വിട്ടിടറിപ്പോകാതെ സുഖപ്പെടാൻ തക്കവിധം അവയ്ക്ക് നേർവഴികൾ ഒരുക്കുവിൻ. ദൈവകൃപ നിരസിച്ചാൽ എല്ലാവരുമായും സമാധാനവും വിശുദ്ധിയും കാത്തു സൂക്ഷിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ ദർശിക്കുകയില്ല. ആരും ദൈവകൃപയിൽ കുറവുള്ളവരാകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. കയ്പിൻ്റെ വേര് വളർന്ന് ശല്യം ചെയ്യാതിരിക്കാനും അതുവഴി അനേകർ ദുഷിപ്പിക്കപ്പെടാതിരിക്കാനും സൂക്ഷിക്കുവിൻ. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസാൻമാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അനുഗ്രഹം അവകാശപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യാതനയോടെ പ്രയത്നിച്ച് അവനത് തേടിയെങ്കിലും മാനസാന്തരത്തിനിടം കണ്ടെത്തിയില്ല. നിങ്ങൾ സമീപിക്കുന്നത് സ്പർശിക്കാവുന്ന ഒന്നിനെയോ, എരിയുന്ന അഗ്നിയെയോ, അന്ധകാരത്തെയോ, കാർമേഘത്തെയോ, ചുഴലിക്കാറ്റിനെയോ, കാഹളധ്വനിയെയോ, ഇനി അരുതേ എന്ന് കേട്ടവരെ കൊണ്ട് പറയിക്കുന്ന വാക്കുകളുടെ ശബ്ദത്തെയോ അല്ല. മലയെ സ്പർശിക്കുന്നതൊരു മൃഗമാണെങ്കിൽ പോലും അതിനെ കല്ലെറിയണമെന്ന കൽപ്പന അവർക്ക് ദുസ്സഹമായിരുന്നു. ഞാൻ ഭയം കൊണ്ട് വിറയ്ക്കുന്നു എന്ന് മോശ പറയത്തക്ക വിധം അത്ര ഭയങ്കരമായിരുന്നു ആ കാഴ്ച. എന്നാൽ നിങ്ങൾ വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ ജെറുസലേമിലേക്കും അസംഖ്യം ദൂതവൃന്ദങ്ങളിലേക്കും സാഘോഷ സദസ്സിലേക്കും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവിലേക്കും ആബേലിൻ്റേതിനേക്കാൾ ശ്രേഷ്ഠമായി സംസാരിക്കുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക അതിലും കൂടുതൽ പ്രയാസകരമാണ്. അന്ന് അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. എന്നാൽ ഇനിയും ഒരിക്കൽ കൂടി ഞാൻ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി എന്നത് സൂചിപ്പിക്കുന്നത് ഇളക്കപ്പെട്ടവ, സൃഷ്ടിക്കപ്പെട്ടവ നീക്കം ചെയ്യപ്പെടുമെന്നാണ്. ഇളക്കപ്പെടാതിരിക്കേണ്ടവ നിലനിൽക്കാൻ വേണ്ടിയാണിത്. ആകയാൽ സുസ്ഥിരമായ ഒരു രാജ്യം ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് കൃതജ്ഞതയുള്ളവരായിരിക്കാം. അങ്ങനെ ഭയഭക്തിയാദരങ്ങളോടെ ദൈവത്തിന് സ്വീകാര്യമായ വിധം ആരാധനയർപ്പിക്കാം. കാരണം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായർ അധ്യായം 13. ഉപദേശങ്ങൾ. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ. ആതിഥ്യമര്യാദ മറക്കരുത്.
അതുവഴി ദൈവദൂതന്മാരെ അറിയാതെ സൽക്കരിച്ചവരുണ്ട്. തടവുകാരോട് നിങ്ങളും അവരോടൊപ്പം തടവിലായിരുന്നാലെന്ന പോലെ പെരുമാറുവിൻ. നിങ്ങൾക്കും ഒരു ശരീരമുള്ളതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരോട് പരിഗണന കാണിക്കുവിൻ. എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടട്ടെ. മണവറ മലിനമാകാതിരിക്കട്ടെ. കാരണം അസാൻമാർഗികളുടെയും വ്യഭിചാരികളുടെയും വിധിയാളനായിരിക്കും ദൈവം. നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായി, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. വിവിധങ്ങളും വിചിത്രങ്ങളുമായ പ്രബോധനങ്ങൾ നിങ്ങളെ വഴിതെറ്റിക്കരുത്. ഭക്ഷണത്താലല്ല, കൃപയാൽ ഹൃദയത്തെ ശക്തമാക്കുന്നതാണ് ഉചിതം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നവർക്ക് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. നമുക്കൊരു ബലിപീഠമുണ്ട്, അതിൽ നിന്ന് ഭക്ഷിക്കാൻ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് അവകാശമില്ല. പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് മൃഗങ്ങളുടെ രക്തം അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവയുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ദഹിപ്പിക്കപ്പെടുന്നു. ആകയാൽ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് സഹിച്ചു. അതിനാൽ അവനു വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്ക് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുത്തേക്ക് പോകാം. എന്തെന്നാൽ ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരാനുള്ള നഗരമാണല്ലോ നാം അന്വേഷിക്കുന്നത്. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമം ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. നന്മ ചെയ്യലും പങ്കുവെക്കലും പരിഗണിക്കണം. കാരണം അത്തരം ബലികളിൽ ദൈവം സംപ്രീതനാകുന്നു. കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് കാവലിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യുവിൻ. അങ്ങനെ അവർ സന്തോഷപൂർവ്വം നെടുവീർപ്പ് കൂടാതെ ആ കൃത്യം ചെയ്യുന്നതിന് ഇടയാകട്ടെ. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനരഹിതമായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കാരണം എല്ലാ കാര്യങ്ങളിലും മാന്യമായി പെരുമാറുന്നതിന് ആഗ്രഹിക്കുന്ന നല്ല മനസാക്ഷിയാണ് ഞങ്ങളുടേതെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് വിശേഷാൽ ഞാൻ അപേക്ഷിക്കുന്നു. ആശംസകൾ. ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശുവിനെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടുത്തേക്ക് പ്രീതികരമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവൻ എന്നും എന്നേക്കും മഹത്വം. ആമേൻ. സഹോദരരെ, ഞാൻ നിങ്ങൾക്ക് ചുരുക്കി എഴുതിയിരിക്കുന്ന ഈ ആശ്വാസവചനം ക്ഷമയോടെ സ്വീകരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമ്മുടെ സഹോദരൻ തിമോത്തിയോസ് മോചിപ്പിക്കപ്പെട്ടെന്ന് നിങ്ങൾ അറിയുവിൻ. അവൻ വേഗം വന്നാൽ അവനോടൊപ്പം ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളാം. നിങ്ങളുടെ നേതാക്കന്മാർക്കും എല്ലാ വിശുദ്ധർക്കും അഭിവാദനം പറയുവിൻ. ഇറ്റലിയിൽ നിന്ന് വന്നവർ നിങ്ങൾക്ക് അഭിവാദനം പറയുന്നു. കൃപ നിങ്ങളെല്ലാവരോടും കൂടെ. സുഭാഷിതങ്ങൾ അധ്യായം 31, വാക്യങ്ങൾ 30-31. സൗകുമാര്യം കപടമാണ്, സൗന്ദര്യം മിഥ്യയും. എന്നാൽ കർത്തൃഭക്തിയുള്ള സ്ത്രീ സ്തുതി അർഹിക്കുന്നു. അവളുടെ കരബലത്തിൽ നിന്ന് അവൾക്ക് കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾ കവാടങ്ങളിൽ അവളെ സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ഈ യാത്രയുടെ ഈ അവസാനത്തെ ദിവസത്തിൽ, ഈ അവസാനത്തെ വചന പാരായണത്തിൽ നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വെളിപാട് 21, 22 അധ്യായങ്ങൾ ദൈവത്തിൻ്റെ അന്തിമ പദ്ധതിയുടെ പൂർത്തീകരണത്തിൻ്റെ മനോഹരമായ വിവരണങ്ങളാണ്. ദൈവം തൻ്റെ മക്കളോടൊപ്പം എല്ലാ കാലത്തേക്കും വസിക്കുന്നതിനായി പുതിയ സൃഷ്ടിയെ പൂർണ്ണമായി പുതുക്കുന്ന ഒരു ദർശനമാണ് ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത്. വെളിപാട് 21 യോഹന്നാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കാണുകയാണ്. പഴയ തകർന്ന പാഴായിപ്പോയ നശിച്ചുപോയ പാപം കാർന്നു തിന്ന ലോകം ഒഴിഞ്ഞു പോവുകയാണ്. ലോകം അഴിഞ്ഞു പോവുകയാണ്. എല്ലാം പുതുതായി സൃഷ്ടിക്കപ്പെടുകയാണ്. പിന്നെ യോഹന്നാൻ കാണുന്നത് പുതിയ ജെറുസലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായാണ്. വരനു വേണ്ടി അണിഞ്ഞൊരുങ്ങിയ ഒരു വധുവിനെ പോലെ. ഒരു വലിയ ശബ്ദം ഈ പുതിയ സൃഷ്ടിയുടെ മുഖ്യ സന്ദേശം പ്രഖ്യാപിക്കുകയാണ്. ദൈവം തൻ്റെ മക്കളോടൊത്ത് വസിക്കും. ഇനി മരണമില്ല, ദുഃഖമില്ല, കരച്ചിലും
വിലാപവും വേദനയും ഇല്ല. മനുഷ്യനെ വേദനിപ്പിച്ച എല്ലാം എന്നേക്കുമായി ഇല്ലാതാവുകയാണ്. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് പ്രഖ്യാപിച്ച് ദാഹിക്കുന്നവർക്ക് ജീവജലമായി തന്നെ വാഗ്ദാനം ചെയ്യുമെന്ന് ദൈവം പ്രഖ്യാപിക്കുകയാണ്. അവനെ തിരസ്കരിക്കുന്നവർ രണ്ടാമത്തെ മരണത്തെ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പും നൽകപ്പെടുന്നു. പിന്നെ യോഹന്നാൻ വിശുദ്ധ നഗരത്തിൻ്റെ രൂപം കാണുകയാണ്. നഗരം ദൈവത്താൽ പ്രകാശിപ്പിക്കപ്പെടുന്നു. 12 ഗോത്രങ്ങൾക്കുള്ള 12 വാതിലുകളും അപ്പസ്തോലന്മാരുടെ പേരിലുള്ള 12 അടിത്തറകളും അതിനുണ്ട്. നഗരം സമ്പൂർണ്ണ ഭംഗിയും ക്രമവും ഉള്ളതാണ്. ആ നഗരത്തിൽ ദേവാലയമില്ല, കാരണം ദൈവവും കുഞ്ഞാടുമാണ് ആ നഗരത്തിൻ്റെ ദേവാലയം. സൂര്യനും ചന്ദ്രനും അവിടെ ആവശ്യമില്ല, ദൈവത്തിൻ്റെ മഹത്വമാണ് അവിടുത്തെ പ്രകാശം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അവിടെ പ്രവേശിക്കുന്നുള്ളൂ. വെളിപാട് 22 ഈ ദർശനം തുടരുകയാണ്. ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നൊഴുകി വരുന്ന ജീവജലത്തിൻ്റെ നദി യോഹന്നാൻ കാണുന്നു. നദിയുടെ ഇരുവശത്തും ജീവവൃക്ഷം വളരുകയാണ്. 12 തരത്തിലുള്ള ഫലങ്ങളാണ് അത് നൽകുന്നത്. അതിൻ്റെ ഇലകൾ സൗഖ്യദായകമാണ്. ആദത്തിൻ്റെ പാപമൂലമുണ്ടായ ശാപങ്ങൾ മുഴുവൻ ഇല്ലാതാവുകയും ദൈവം തൻ്റെ മക്കൾക്ക് തൻ്റെ മുഖം നേരിട്ട് കാണാൻ അവരെ അനുവദിക്കുകയും നിത്യമായി അവർ അവനോടൊപ്പം അവൻ്റെ രാജ്യത്തിൽ വാഴുകയും ചെയ്യും. ഞാൻ വേഗം വരുന്നു എന്ന് പല പ്രാവശ്യം കർത്താവ് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ പ്രവചനങ്ങളെല്ലാം അനുസരിക്കുന്നവർക്ക് അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെടുന്നു. ഈ പ്രവചനത്തിലെ വാക്കുകളൊന്നും എടുത്ത് കളയരുതെന്നും ഒന്നും കൂട്ടിച്ചേർക്കരുതെന്നുമുള്ള മുന്നറിയിപ്പും നൽകപ്പെടുന്നു. പിന്നീട് മനോഹരമായ ഒരു ക്ഷണമുണ്ട്. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ജീവന്റെ ജലം സൗജന്യമായി വാങ്ങട്ടെ. മനോഹരമായൊരു പ്രത്യാശയും പ്രാർത്ഥനയും കൊണ്ടാണ് ഈ ഗ്രന്ഥം സമാപിക്കുന്നത്. കർത്താവായ യേശുവേ, അങ്ങ് വരുമാറാകണമേ. കർത്താവെ, അങ്ങ് വരണമേ. ഉൽപ്പത്തി പുസ്തകം ആരംഭിച്ചത് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി അടഞ്ഞതിൻ്റെ ഭയാനകമായ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടായിരുന്നെങ്കിൽ ബൈബിളിലെ അവസാനത്തെ പുസ്തകം അവസാനിക്കുന്നത് ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തുറക്കപ്പെട്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. പ്രത്യാശയും സന്തോഷവും ആഹ്ലാദവും നൽകുന്ന മനോഹരമായൊരു ഭാവിയെക്കുറിച്ചുള്ള വലിയ സന്തോഷകരമായ ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം ഒരു പ്രാർത്ഥനാശംസയോടെ ഈ ഗ്രന്ഥം സമാപിക്കുന്നു. പ്രിയമുള്ളവരെ, എങ്ങനെ ഈ യാത്ര അവസാനിപ്പിക്കണം എന്നെനിക്കറിഞ്ഞുകൂടാ. വിട പറയുമ്പോഴാണ് സ്നേഹം അതിൻ്റെ ആഴമറിയുന്നത് എന്ന് വായിച്ചിട്ടുണ്ട്. വിട പറഞ്ഞ് മടങ്ങാൻ കഴിയാത്ത വിധം ആഴത്തിൽ രൂപപ്പെട്ടൊരാത്മബന്ധം ഈ വായനയുടെ വഴിത്താരയിൽ കണ്ടുമുട്ടിയ നിങ്ങളുമായി എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജീവിതത്തിൽ ധന്യമായ ഒരുപാട് നിമിഷങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന ഒരായുസ് കൊണ്ടുപോലും നന്ദി പറഞ്ഞ് തീർക്കാൻ കഴിയാത്ത വിധമാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം വർഷിച്ച നന്മകളെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. അർഹിക്കുന്നതിലും അധികം ദാനങ്ങൾ തലയ്ക്ക് മീതെ വാരിച്ചൊരിയപ്പെട്ട ഒരാൾ. ഈ ജീവിതത്തിൽ എൻ്റെ ആയുസിൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ദൈവം തന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിലൊന്നായിട്ടാണ് ഞാൻ ഈ 2025 വചന പാരായണ യാത്രയുടെ ദിനങ്ങളെ ഓർത്തെടുക്കുന്നതും അടയാളപ്പെടുത്തുന്നതും. അതുകൊണ്ട് തന്നെ നാളെ ഈ വാക്കുകളും ഈ വായനയും ഈ വിചിന്തനവും ഇല്ല എന്ന് അറിയുമ്പോൾ സത്യമായും എൻ്റെ ചങ്ക് പിടയുന്നുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്ന് ഈ വാക്കുകൾക്ക് കാതോർത്ത നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എളുപ്പത്തിൽ ഒരു യാത്ര പറഞ്ഞ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ കഴിയും എന്നെനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും കഴിഞ്ഞ 365 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ ചെയ്ത ആ യാത്രയെ വിവരിക്കാനോ അടയാളപ്പെടുത്താനോ അതിൻ്റെ നന്മയെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളാനോ എൻ്റെ വാക്കുകൾ കഴിവില്ലാത്തതാണ് എന്ന തിരിച്ചറിവിലാണ് എങ്ങനെ അവസാനിപ്പിക്കും എന്നോർത്ത് ഞാൻ ആകുലപ്പെടുന്നു. എന്നെ സ്നേഹിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൂടെ വന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എൻ്റെ വാക്കുകളിലൂടെ, ഞാൻ വായിച്ച വചനങ്ങളിലൂടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കാർമേഘം നിറഞ്ഞ പകലുകളിലോ രാത്രികളിലോ അതിജീവനത്തിൻ്റെ ഒരു കൈത്തിരിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കൊളുത്തപ്പെട്ടെങ്കിൽ ഞാൻ അതോർത്ത് ദൈവത്തിന് നന്ദി പറയും. പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര ക്ലേശകരമാണ് ഈ 365 ദിവസത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു. ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും.
നാളെ വീണ്ടും ഈ വചന വായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. ഈ വചന പാരായണ യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും ഈ യാത്ര തുടരാം. നാളെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ 1-ാമത്തെ ദിവസത്തെ വചന പാരായണ യാത്ര ആരംഭിക്കാം. വീണ്ടും 31-ാം തീയതി ഡിസംബർ മാസം ഈ യാത്ര പൂർത്തീകരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, ബന്ധുക്കളോട്, കൂട്ടുകാരോട്, പരിചയക്കാരോടെല്ലാം ഈ വചന വായനാ പദ്ധതിയെ പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതത്തിലെ ബൈബിൾ പാരായണത്തിൻ്റെ ഒരു വർഷമായി അടുത്ത വർഷം മാറട്ടെ, അടുത്ത വർഷങ്ങൾ മാറട്ടെ. അതിനുവേണ്ടി ഈ വായനാ പദ്ധതി തുടരാൻ നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുവരെ സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ല ദിവസം നേരുന്നു. സർവശക്തി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.